Today we will be discussing another topic named primitive root. നമ്മുടെ ഗ്രൂപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഗ്രൂപ്പ് എന്താണെന്ന് അറിയാം. നമുക്കൊരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും. ആ സെറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു ബൈനറി ഓപ്പറേഷനും ഉണ്ടാവും. ഇനി ഓരോ എലമെൻറ്റ്സിൻ്റെയും ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. സോ എ റേസ് ടു ഐ ഈസ് കോൺഗ്രുവൻ്റ് ടു ഈ മോഡലിനാവുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പല ഐസിനെ ചൂസ് ചെയ്തു. അപ്പോൾ അതിൽ ഏതാണോ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഐക്ക് ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിരുന്നത്. ഇനി ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പ്രിമിറ്റീവ് റൂട്ട് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ വി ഹാവ് എ ഗ്രൂപ്പ് ജി. ഇപ്പോൾ ജി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തേക്കുന്നത് നോക്കിയാൽ ഇസഡ് ആൻഡ് സ്റ്റാർ വിത്ത് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിനാണ് ഈ ഒരു പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇസഡ് ആൻഡ് സ്റ്റാർ എന്ന് പറഞ്ഞ സെറ്റ് വെച്ചാൽ ഇസഡ് എൻ എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സെറ്റ് ഓഫ് റെസിഡ്യൂസ് എല്ലാം വരും. ദാറ്റ് ഈസ് ഇസഡ് എൻ എന്ന് പറഞ്ഞാൽ 0 മുതൽ n-1 വരെയുള്ള എല്ലാ വാല്യൂസും ഉണ്ടാവും. ഇനി ആ വാല്യൂസിൽ തന്നെ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള മെമ്പേഴ്സ് മാത്രം, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റാണ് ഇസഡ് എൻ സ്റ്റാർ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഗ്രൂപ്പിൽ നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെയും ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് വിത്ത് സെറ്റ് ഇസഡ് എൻ സ്റ്റാർ പിന്നെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഇതിൽ നമ്മൾ ഓരോ എലമെൻറ്റ്സിൻ്റെയും ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ഈ ഓർഡർ സെയിം ആസ് φ(n) ആയിട്ട് നമുക്ക് കിട്ടുന്ന എലമെൻറ്റ്സിനാണ് നമ്മൾ പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റ്സിൻ്റെയും ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ആ ഓർഡറിൻ്റെ വാല്യൂ φ(n) ഈക്വലൻ്റ് ആണോ എന്ന് നോക്കുക. φ(n) എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂളേഴ്സ്-സ്റ്റോഷ്യൻ ഫംഗ്ഷൻ. അപ്പോൾ യൂളേഴ്സ്-സ്റ്റോഷ്യൻ ഫംഗ്ഷനിൽ എന്താ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ? φ(n) ഇസ് എ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n. അപ്പോൾ φ(n) എന്ന് പറഞ്ഞാൽ n-നേക്കാളും താഴെയുള്ള പോസിറ്റീവ് വാല്യൂസ്, അതുമാത്രമല്ല റിലേറ്റീവ്ലി പ്രൈം ടു n-ഉം ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ കൗണ്ടാണ് യൂളേഴ്സ്-സ്റ്റോഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിലെ പ്രിമിറ്റീവ് റൂട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എലമെൻറ്റ്സിൻ്റെ ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യണം, എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഓർഡർ. അപ്പോൾ ഓർഡർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഏതിൻ്റെയൊക്കെ ഓർഡർ നമുക്ക് φ(n) ഈക്വലൻ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഏതിൻ്റെയൊക്കെ കിട്ടുന്നോ ആ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ആ എലമെൻറ്റ്സിനെയാണ് നമ്മളെന്ത് പറയുക? പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഗ്രൂപ്പിലെ പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ്സിൻ്റെയൊക്കെ ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു φ(n). നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഫൈൻഡ് ദ പ്രിമിറ്റീവ് റൂട്ട്സ് ഓഫ് ദ ഗ്രൂപ്പ് Z7 സ്റ്റാർ വിത്ത് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ Z7 സ്റ്റാർ ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ Z7 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? 0 മുതൽ n-1 വരെ, അതായത് 0 മുതൽ 6 വരെ. ഇനി അതിൽ റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ഏതൊക്കെ വരും? നമ്മൾ 7 എന്ന് പറഞ്ഞാൽ പ്രൈമാണ്. അപ്പോൾ 7 ഒരു പ്രൈം ആയതുകൊണ്ട് 1, 2, 3 എക്സെട്ര അപ് ടു 6 ഏത് കൺസിഡർ ചെയ്താലും അതെല്ലാം 7-നോട് എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ Z7 സ്റ്റാറിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 എല്ലാം വരും. എന്നുവെച്ചാൽ 1ഉം 7ഉം എടുത്താൽ GCD 1 ആണ്. അതുപോലെ 2ഉം 7ഉം എടുത്താലും GCD 1 ആണ്. ഇതിൽ ഓരോ മെമ്പേഴ്സും എടുത്ത് 7ഉമായിട്ട് GCD നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. ബിക്കോസ് 7 ഈസ് എ പ്രൈം. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ആവുന്ന കേസിൽ നമുക്ക് ഇസഡ് എൻ സ്റ്റാർ എഴുതുന്ന എളുപ്പമുള്ള പരിപാടിയാണ്. 1 മുതൽ n-1 വരെയുള്ള എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും? ആ n-നോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും, n പ്രൈം ആവുകയാണെങ്കിൽ. ഇനി നമ്മുടെ ഓപ്പറേഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ. സോ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്തായിരിക്കും? E ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ ഓരോ എലമെൻറ്റ്സിൻ്റെയും ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ഓർഡർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊക്കെ എലമെൻറ്റ്സിൻ്റെ ഓർഡർ φ(n) ഈക്വലൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ ആ എലമെൻറ്റ്സ് ആയിരിക്കും നമ്മുടെ ഈ ഗ്രൂപ്പിലെ പ്രിമിറ്റീവ് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എ റേസ് ടു ഐ ഈസ് കോൺഗ്രുവൻ്റ് ടു ഇ മോഡ് n. അപ്പോൾ n എന്താണ് ഈ കേസിൽ? നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് Z7 സ്റ്റാർ ആണ്. സോ n ഈസ് ഈക്വൽ ടു 7. ഇനി ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഈ ഇയുടെ വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞു. ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് 1. സോ ഇയുടെ വാല്യൂ 1 കിട്ടി, എന്നിൻ്റെ വാല്യൂ 7 കിട്ടി. ഇനി എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സെറ്റിലെ ഓരോ എലമെൻറ്റ്സിനെയാണ് നമ്മൾ എ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ എ ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര അപ് ടു 6. ഇനി ഓരോ എലമെൻറ്റ്സിനും ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഏത് ഐ ആണ് ഓരോ എലമെൻറ്റ്സിനും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാം. ഞാൻ മുമ്പ് നമുക്ക് ഈ ഓർഡർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തിന് ഈക്വലൻ്റ് ആയിട്ടാണെന്ന് നോക്കേണ്ടത്? φ(n) ഈക്വലൻ്റ് ആയിട്ടാണെന്നോ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിവിടെ n7 ആണ്. ഇനി φ(n) ഇക്വേഷൻ യൂളേഴ്സ്-സ്റ്റോഷ്യൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n പ്രൈം ആവുന്ന കേസിൽ ഈ φ(n)ൻ്റെ വാല്യൂ n-1 ഈക്വലൻ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇഫ് n ഈസ് എ പ്രൈം φ(n) ഈസ് ഈക്വൽ ടു n-1. സോ n ഈക്വൽ ടു 7 എന്ന് പറഞ്ഞൊരു പ്രൈമാണ്. സോ φ(7) എന്തായിരിക്കും? ഇറ്റ്സ് ഈക്വൽ ടു 6.
അപ്പോൾ 5n നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഈ ഓരോ എലമെൻസിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഓർഡർ കണ്ടുപിടിക്കണം. ഇനി ആ ഓർഡർ ഏതിൻ്റെയൊക്കെ നമുക്ക് 6 കിട്ടുന്നു എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 6 കിട്ടുന്ന എലമെൻസിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് റൂട്ട്സ് പറയുന്നത്. സോ ഫസ്റ്റ് 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ഓരോ എലമെൻസിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക. സോ ഫൈൻഡ് ദ ഓർഡർ ഓഫ് എലമെൻറ്റ്സ്. ആദ്യം 1 ചൂസ് ചെയ്തു. സോ 1 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod 7. അപ്പോൾ ഇത് 1 mod 7 വന്നതുകൊണ്ടാണെന്ന് അറിയാമല്ലോ, നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് 1. അതുകൊണ്ടാണ് 1 ഈസ് കോൺഗ്രുവൻ്റ് ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് mod n. അതായത് നമ്മുടെ ഇക്വേഷൻ. സോ ഈ mod n ആയിരുന്നു നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഈയിൽ എന്ത് വന്നു, 1 വന്നു. സോ 1 mod 7 കോൺഗ്രുവൻ്റ് ആയിട്ട് ഏതാ കിട്ടുക എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ 1ൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ പവർ എന്താണോ അതായിരിക്കും 1ൻ്റെ ഓർഡർ. സോ ദാറ്റ് ഈസ് ഓർഡർ ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. So in the case of element 2 raised to 1 is congruent to 2 mod 7. 2 raised to 2 ആകുമ്പോൾ എന്തായി, 2 into 2 that is 4 mod 7. In the case of 2 raised to 3, 2 into 2 into 2 that is 8 mod 7. That is congruent to 1 mod 7. 8 mod 7 എന്ന് പറയുമ്പോൾ എന്തായി, 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ is 1 mod 7. അപ്പോൾ നമുക്ക് ഈസ് കോൺഗ്രുവൻ്റ് ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് mod 7 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടിയതുകൊണ്ട് ഈ ഏത് പവറിനാണ് കിട്ടിയെന്നുള്ളതാണ് നോക്കേണ്ടത്. സോ 2 raised to 3, അതായത് a raised to i, 2 എന്ന് പറഞ്ഞ എലമെൻറ്റിന് നമുക്ക് 3 എന്ന് പറഞ്ഞ പവർ എടുത്തപ്പോഴാണ് നമുക്ക് എന്തിന് കോൺഗ്രുവൻ്റ് ആയിട്ട് കിട്ടിയത്, ഐഡൻറ്റിറ്റി എലമെൻറ്റ് മോഡലിന് കോൺഗ്രുവൻ്റ് ആയിട്ട് കിട്ടിയത്. സോ ദാറ്റ് മീൻസ് ദ ഓർഡർ ഓഫ് 2 ഈസ് ഈക്വൽ ടു 3. നെക്സ്റ്റ് എലമെൻറ്റ് 1ഉം 2ഉം കഴിഞ്ഞു. നമുക്ക് സെറ്റിൽ 1, 2, 3 മുതൽ എവിടെ വരെ ഉണ്ട്, 6 വരെ എലമെൻറ്റ്സ് ഉണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ 3 കൺസിഡർ ചെയ്യുന്നു. സോ 3 raised to 1 ഈസ് കോൺഗ്രുവൻ്റ് ടു 3 mod 7. ഈ 3 raised to 2 എന്ന് പറയുമ്പോൾ എന്തായി, 3 into 3 that is 9 mod 7. 9 mod 7 റെഡ്യൂസ് ചെയ്യുമ്പം 9 divided by 7, remainder is 2, that is 2 mod 7. ഈ 3 raised to 3 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 3 into 3 into 3 that is 27 mod 7. that is congruent to, ഇപ്പോൾ 27 mod 7 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 7, 3, 21 കിട്ടും. 21 കഴിഞ്ഞ് എത്രയും കൂടെ പോകണം, 6 കൂടെ പോകണം നമുക്ക് 27ലേക്ക് എത്താൻ. സോ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 6 mod 7. ഇനി 3 raised to 4 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 81 ആണ്. 81 mod 7 ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 4 mod 7. അപ്പോൾ 7 into 11 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 77 കിട്ടും. 77 plus 4 is equal to 81. ഇനി 3 raised to 5 is congruent to 243 mod 7. ഇപ്പോൾ 243 mod 7 എന്ന് പറയുമ്പോൾ 243 divided by 7, കോഷ്യൻ നമുക്ക് 34 കിട്ടും, റിമൈൻഡർ നമുക്ക് 5 കിട്ടും. സോ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 5 mod 7. ഈ ലാസ്റ്റ് 3 raised to 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 729 ആണ്. ദാറ്റ് ഈസ് mod 7 ചെയ്യുക. സോ 729നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു, കോഷ്യൻ്റ് 14 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. സോ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് mod n ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് ഈ 3യുടെ പവർ എന്താണോ അതായിരിക്കും നമ്മളുടെ ഓർഡർ. സോ ഓർഡർ ഓഫ് 3 ഈസ് ഈക്വൽ ടു 6. 1, 2, 3 കഴിഞ്ഞു. നെക്സ്റ്റ് 4. സോ 4 raised to 1 ഈസ് കോൺഗ്രുവൻ്റ് ടു 4 mod 7. ഈ 4 raised to 2 ആകുമ്പോഴോ 4 into 4 16 mod 7 വരും. അപ്പോൾ 7 into 2 ആകുമ്പോൾ നമുക്ക് 14 കിട്ടും. 14 കഴിഞ്ഞിട്ട് പ്ലസ് 2 ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 2 mod 7. ഈ 4 raised to 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 64 mod 7. ഇനി 7 into 9 എത്രയാണ്, 63 ആണ്. അപ്പോൾ ഡിഫറൻസ് ഈസ് 1 ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod 7 കിട്ടി. അപ്പോൾ 4 raised to 3 ചെയ്തപ്പോൾ നമുക്ക് ഈസ് കോൺഗ്രുവൻ്റ് ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് mod 7 എന്ന് കിട്ടി. സോ ദാറ്റ് മീൻസ് 4ൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, 3 ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ഓർഡർ ഓഫ് 4 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 1, 2, 3, 4 കഴിഞ്ഞു. നമുക്ക് 5 ഉണ്ട്, 6 ഉണ്ട്, ബിക്കോസ് എൻ്റെ വാല്യൂ എന്താണ്, 7 ആണ്. നെക്സ്റ്റ് 5 കൺസിഡർ ചെയ്യുന്നു. 5 raised to 1 ഈസ് കോൺഗ്രുവൻ്റ് ടു 5 mod 7. ഈ 5 സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 25 കിട്ടി. 25 mod 7, 7, 3, 21 കിട്ടും. 21ൻ്റെ കൂടെ 4 കൂടെ വരുമ്പോഴേ നമുക്ക് 25 ആവുള്ളൂ. സോ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 4 mod 7. സോ 5 raised to 3 ഈസ് 125 mod 7. 125നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് ഈസ് 17 ആൻഡ് റിമൈൻഡർ ഈസ് 6. സോ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 6 mod 7. ഈ 5 raised to 4 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 25 into 25 ദാറ്റ് ഈസ് 625 കിട്ടും. ഈ 625 mod 7 ദാറ്റ് ഈസ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു, കോഷ്യൻ നമുക്ക് എന്ത് കിട്ടി, 89 കിട്ടി, റിമൈൻഡർ നമുക്ക് 2 കിട്ടി. സോ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 2 mod 7. ഇനി നെക്സ്റ്റ് 5 raised to 5 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3125 mod 7. അപ്പോൾ 3125നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കോഷ്യൻ ഈസ് 446 ആൻഡ് റിമൈൻഡർ ഈസ് 3. സോ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 3 mod 7 ആണ് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് 5 raised to 6. 5 raised to 6ൻ്റെ വാല്യൂ 15625 ആണ്. അത് നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, കോഷ്യൻ്റ് നമുക്ക് 2232 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. സോ ദാറ്റ് മീൻസ് 5 raised to 6ൻ്റെ കേസിൽ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു എന്താണ്, 1 mod 7 എന്ന് കിട്ടി. അല്ലെങ്കിൽ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് mod 7 എന്ന് കിട്ടി. സോ ദാറ്റ് മീൻസ് 5ൻ്റെ ഓർഡർ എന്തായിരിക്കും,
ഓർഡർ ഓഫ് 5 ഈസ് ഈക്വൽ ടു 6 ബിക്കോസ് 5 റേസ് ടു 6ൻ്റെ കേസിലാണ് നമുക്ക് ഈ റിമൈൻഡർ 1 കിട്ടിയത്. അപ്പോൾ 1 to 5 വരെ എല്ലാത്തിനെയും ഓർഡർ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് എലമെൻറ്റ് 6 റേസ് ടു 1 ഈസ് കോൺഗ്രന്റ് ടു 6 mod 7. 6 റേസ് ടു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 36 mod 7. 5 times 7 എന്തായി? 35 ആയി. സോ റിമൈൻഡർ ഈസ് 1 mod 7. സോ 6ൻ്റെ കേസിൽ ഓർഡറിൻ്റെ വാല്യൂ ഈസ് 2. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എല്ലാത്തിൻ്റെ ഓർഡർ കിട്ടി. ഇനി 5 നമ്മൾ ഫാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സോ 5 വാല്യൂ എന്തായിരുന്നു? 6 ആയിരുന്നു. അപ്പോൾ ഏതെല്ലാം എലമെൻസിൻ്റെ ഓർഡർ 6 ഈക്വലൻ്റ് ആയിട്ടുണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 5ൻ്റെ ഓർഡർ നോക്കിയാൽ 6 കിട്ടി. അതുപോലെ 3യുടെ ഓർഡർ നോക്കിയാൽ നമുക്ക് 6 കിട്ടി. ബാക്കിയൊന്നും 6 അല്ല അല്ലേ? 1ൻ്റെ കേസിൽ 1, പിന്നെ ഇവിടെ 3 ആണ്. 3യുടെ കേസിൽ 6 കിട്ടി. 4ൻ്റെ കേസിൽ 3 ആണ് കിട്ടിയത്. 5ൻ്റെ കേസിലും 6, 6ൻ്റെ കേസിൽ 2. അപ്പോൾ നമുക്ക് 6 ഈക്വലൻ്റ് ആയിട്ട് കിട്ടിയ എവിടെയൊക്കെയാണ്? 5ൻ്റെ കേസിലും ഈ 3യുടെ കേസിലും മാത്രമാണ് നമുക്ക് ഈക്വലൻ്റ് ടു 5FN ആയിട്ട് കിട്ടിയത്. സോ ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് 3 ഈസ് ഈക്വലൻ്റ് ടു ഓർഡർ ഓഫ് 5 ഈസ് ഈക്വലൻ്റ് ടു 6. അതുപോലെ തന്നെ 5FNൻ്റെ വാല്യൂ എന്താണ്? 6 ആണ്, ബിക്കോസ് n ഈക്വൽ ടു 7. അതുപോലെ n പ്രൈം ആയതുകൊണ്ടാണ് 5FNൻ്റെ വാല്യൂ നമുക്ക് 6 കിട്ടിയത്. അപ്പോൾ ഇത് രണ്ട് ഈക്വലൻ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 5FNൻ്റെ വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ട് ഓർഡർ കിട്ടുന്ന ഏതെല്ലാം എലമെൻറ്റ്സ് ആണോ ആ എലമെൻറ്റ്സിനാണ് നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ പ്രിമിറ്റീവ് റൂട്ട്സ് എന്ന് പറയുക. അപ്പോൾ ഈ 3, 5 എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ്സിൻ്റെ ഓർഡർ എന്ത് കിട്ടി? 6 കിട്ടി, വിച്ച് ഈസ് ഈക്വലൻ്റ് ടു 5FN. ദാറ്റ് മീൻസ് ഈ രണ്ട് എലമെൻറ്റ്സ് 3 എന്ന് പറയുന്ന എലമെൻറ്റും 5 എന്ന് പറയുന്ന എലമെൻറ്റും ആയിരിക്കും ഈ ഗ്രൂപ്പിൻ്റെ പ്രിമിറ്റീവ് റൂട്ട്സ് എന്ന് പറയാം. അപ്പോൾ ഈ പ്രിമിറ്റീവ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എലമെൻറ്റ്സിൻ്റെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വലൻ്റ് ടു 5FN, അതായത് യൂളേഴ്സ് ടോഷ്യൻ ഫംഗ്ഷൻ. സോ ദാറ്റ്സ് ഓൾ ഓഫ് പ്രിമിറ്റീവ് റൂട്ട്സ്.